CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തുവെന്ന് പരാതി. തൂവയൂർ സ്വദേശികൾ നൽകിയ പരാതിക്ക് പിന്നാലെ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി. വ്യാജരേഖ ചമച്ചതിന് കാർഡ് ഉടമയുടെ മക്കൾ ശ്രീനാദേവിക്കെതിരെ പത്തനംതിട്ട ജില്ലാ കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി നൽകി. നടപടിയെ പരിഹസിച്ച് ശ്രീനാദേവി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. കാർഡുടമയായ തുവയൂർ സ്വദേശി യശോദ എസ് പിള്ളയുടെ ഭർത്തൃ സഹോദരിയുടെ മകളെന്ന വ്യാജേനയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത്. ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ക്രമനമ്പർ 232-ലാണ് പേരുൾപ്പെട്ടത്. SIR നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ യശോദ എസ് പിള്ളയുടെ മക്കളെ ബന്ധപ്പെടുമ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് തങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടതായി കുടുംബം അറിയുന്നത്. എന്നാൽ തങ്ങളുടെ അമ്മയ്ക്ക് ശ്രീനാദേവിയുമായി ബന്ധമൊന്നുമില്ല എന്ന് യശോദയുടെ മക്കൾ പറഞ്ഞു. ബ്ലഡ് റിലേഷനോ അല്ലാതെ പറയുന്ന രീതിയിലുള്ള അകന്ന ബന്ധു ഒന്നുമല്ല. അവർ SIRൽ പേര് രേഖപ്പെടുന്ന സമയത്ത് നമ്മുടെ ഒരു BLO തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ ഒരു സഹോദരങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരേ സമയത്ത് അവർ ഇടതുപക്ഷത്തിനെ പറ്റിച്ചു, കോൺഗ്രസിനെ പറ്റിച്ചു. ഞങ്ങൾ ഇതിൻ്റെ ഈ രേഖകളായിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരുടെ സ്വാധീനം വെച്ച് ഞങ്ങളായിരുന്നു ബ്ലോക്ക് ചെയ്തത്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടിയെടുത്തത്. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി. മക്കൾ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലായതിനാൽ റേഷൻ കാർഡും റദ്ദാക്കി. കാർഡുടമ 2024 സെപ്റ്റംബറിൽ മരിച്ചിരുന്നു. നിലവിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അംഗത്വത്തെ തന്നെ ബാധിക്കുന്നതാണ് റേഷൻ കാർഡ് വിവാദം. എന്നാൽ നടപടിയെ പരിഹസിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തി. കേരളത്തിൽ റേഷൻ കിട്ടാത്ത ഒരേയൊരു ജനപ്രതിനിധിയായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് അപേക്ഷ എന്നാണ് ഫേസ്ബുക്കിലെ പരിഹാസ പോസ്റ്റ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.